ഹലോ ഗീസ്, വീട്ടിലൊരു കസിൻ വന്നപ്പോൾ പിള്ളേരുടെ വികൃതിത്തരങ്ങൾ കണ്ടോ? കസിൻ വന്നത് നോക്കിയതേ ഇല്ല, അവരവരുടെ കളികളായിട്ട് മുഴുകിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ ഇപ്രാവശ്യം കളിച്ചുകൊണ്ടിരിക്കുന്ന കളി എന്താണെന്നറിയോ? വീട്ടിൽ കുറേ ഹെൽമെറ്റിൻ്റെ പെട്ടികളുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്രാവശ്യം അവരുടെ കളികൾ മുഴുവൻ. ആ ഹെൽമെറ്റിൻ്റെ പെട്ടികളെല്ലാം ഇതേപോലെ ബോക്സ് ആക്കിയതിന് ശേഷം ഒരു വീട് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കളിക്കാനാണ് അവരുടെ പുറപ്പാട്. ഇതിൽ മിക്കുനും രുദ്രനൊന്നും റോളില്ല, ജോക്കുട്ടനും ശ്രീദേവിനാണ് ഇതിൽ റോള്. പിന്നെ ചേട്ടൻ കുറേ സഹായിക്കും, മേൽക്കുര പോലെയൊക്കെ വെക്കാനായിട്ട് വടിയും ഒക്കെ വെച്ചിട്ട് ചേട്ടനാണ് സഹായിച്ചത്. പിന്നെ ഇടയിൽ ജനൽ വേണമെന്ന് പറഞ്ഞിട്ട് മിക്ക അവിടെ കിടന്നിട്ട് അടിപിടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ജോക്കുട്ടൻ ഇടയ്ക്കൊക്കെ മടി കയറും, അവൻ വലിയ VIP പോലെയൊക്കെ നിൽക്കും. അപ്പം ഞങ്ങൾ ഉന്തിത്തള്ളി നീയും കൂടി സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് സഹായിക്കും. അങ്ങനെ എല്ലാവരുടെയും ഒത്തൊരുമയുടെ ആ ഒരു ഭാഗമായിട്ട് ഏകദേശം നമ്മുടെ പെട്ടി ഹൗസ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി കടക്കാനുള്ള ആ ഒരു സ്പേസ് ഉണ്ടാക്കുകയാണ് രണ്ടുപേരും കൂടിയിട്ട്, ജോക്കുട്ടനും ശ്രീവേദും കൂടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒരു ചാഞ്ചാട്ടം പോലെ ഇങ്ങനെ ആടുന്നുണ്ടാവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഊനാലാടിക്കൊണ്ടാണ് കുറച്ച് വീഡിയോ എടുത്തത്. ഈ ഒരു സൈഡ് വശം ഉണ്ടല്ലോ വീടിൻ്റെ, ഇവിടെ ഇപ്പോൾ സ്ഥിരം ഞങ്ങളെല്ലാവരും ഇരിക്കും കേട്ടോ. കുറച്ച് നാളായിട്ടുള്ളൂ ഞങ്ങൾ ഇതേപോലെ പണിതിട്ട്. ഇതേപോലെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു സിറ്റിംഗ് ഏരിയ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ എല്ലാവരും വീടിൻ്റെ ഉള്ളിൽ കയറി ഇരിപ്പായി. സെൻറ്ററിലൊരു കടക്കാനായിട്ട് ഒരു സ്പേസ് ഒക്കെ ഉണ്ട്. അങ്ങനെ 4 പേരും കൂടിയിട്ട് കളിക്കാനായിട്ട് ഒരു ടേബിൾ പോലെ പെട്ടി വെച്ചിട്ട് കളിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഇതിൽ മിക്കും പിന്നെ രുദ്രനൊന്നും അങ്ങനെ കളിക്കാനായിട്ട് ചിലപ്പോൾ ഇരിക്കാറില്ല കേട്ടോ. അങ്ങനെ അവരുടെ പെട്ടി ഹൗസ് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? പിന്നെ ഒരു വട്ടം കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെയുള്ള കളികൾക്ക് അവർ മുതിരില്ല കേട്ടോ. പിന്നെ വേറെ ഐഡിയകളൊക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ പിന്നാലെ നടക്കും. എന്തായാലും ഇതേപോലെ ഹെൽമെറ്റിൻ്റെ പെട്ടി ഒരുപാട് വീട്ടിലുള്ളത് കൊണ്ട് ഇങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ടായി. പിന്നെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇതിൻ്റെ പിന്നാലെ ഇരിക്കുന്നേ. പിന്നെ അടുത്തൊരു തരികിട വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.